എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു ഞാൻ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല. എന്നാൽ നിന്നിപ്പോ 1 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പക്ഷേ ഈ മദ്യം എങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു, വിവാഹമോചനമായിരുന്നു. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. 16 പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ. വികസനത്തിന്റെ കാര്യത്തില് മറ്റാര് LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല. 2016 ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 50 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാ. അതെപ്പോ അഴകെ ഉണ്ട് ആണോ എന്നാ കണ്ടില്ല. ഞാൻ പറയുന്നത് ബാറുകളെ കുറിച്ചാണ്. 8 വർഷത്തിനിടയില് പാലക്കാട് ജില്ലയിൽ ബാറുകൾ വർദ്ധിച്ചത് 50 ഇരട്ടി. സംസ്ഥാനത്ത് മൊത്തം വർദ്ധിച്ചത് 29 ഇരട്ടിയാണ്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത് പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. 16 പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ. ആർഷോ പത്രം വായിക്കാത്ത ആളാന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനത്തെ ഒരു വർത്താനോ ഞാൻ പറഞ്ഞു തരാം. 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ 552 ഖണ്ഡിക എടുത്തു വായിച്ചു നോക്ക്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡിക അതെടുത്തു വായിച്ചു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മദ്യ നിരോധനം അല്ല ഞങ്ങളുടെ അജണ്ട. ഇവിടെ മദ്യ നിരോധനം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടുള്ളത്. മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. അതല്ല ഉദ്ദേശം, മാറി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ